ഹലോ ഹായ് PK ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ബർത്ത്ഡേ ഫംഗ്ഷന് പോവാണ്. ഏട്ടനില്ല, ഞാൻ പിന്നെ വീട്ടിലെല്ലാവരും കൂടിയാണ് പോണത്. ചെറുപ്പശ്ശേരിക്കാണ് പോണത്. ഏട്ടൻ സിസ്റ്ററിൻ്റെ മകളുടെ പിറന്നാളാണ്, 1ാം പിറന്നാൾ. അപ്പോൾ ആ ചെറുപ്പശ്ശേരിക്കാണ് പോകുന്നത്. പറ്റിയ അവിടെയുള്ള വീഡിയോ ഇടാം. ബൈ. ആളെടുത്താൽ കൈമുറിഞ്ഞ് ചുവര വരും. ഇനി എന്തോ പറഞ്ഞു വീഡിയോകള് സെൽഫി എടുക്കുന്നുണ്ടോന്ന് നോക്കുന്നത്. ഞങ്ങളെവിടെ പോയാലും ഇങ്ങനെ തന്നെയാണ്, കറക്റ്റ് സമയത്തിന് പോകില്ല. ഞങ്ങൾ പോകുമ്പോഴേക്കും കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. കുട്ടി ഭയങ്കര കരച്ചിൽ. പിന്നെ ഒരു ഫോട്ടോ എടുത്തിട്ട് കുട്ടീനെയും കൊണ്ട് പോയി. നല്ല അടിപൊളി സദ്യയായിരുന്നു. ശരിക്കും ഏട്ടൻ ഇത് നന്നായി മിസ് ചെയ്യും. കാരണം ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് സദ്യ കഴിക്കാൻ. പായസമൊക്കെ സൂപ്പറായിരുന്നു. കുടു ചോറിനാണ്, കുടു ചോറുമാൻ ഭാര്യുണ്ട്. ഭാര്യ ഉണ്ണടാ, കളിക്കണവൻ. ആ മണ്ഡപത്തിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവിടെയുള്ള എല്ലാ ഭാഗവും നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്ത് ഒരു പാട്ട് പാടാ, ഒരു പാട്ട് പാട് പാട്. എന്ത് കിട്ടിയാലും ഒരു പാവും. ബിരിയാണിയല്ല, കുരുമുളകിൻ്റെ ഇലയല്ലേ? എനിക്കറിയില്ല കേട്ടാ. ശ്രീജ, ഇത് അതന്നെയല്ലേ? ഇത് അതന്നെ, തൊരടിപ്പഴം തന്നെ. തൊരടിപ്പഴം തന്നെ അല്ലേ? പക്ഷെ അത് പഴുക്കടല്ല. ഇത് ഇത്തിരി മൂത്ത പോലെ ഉണ്ട് കേട്ടോ. തായി കൊമ്പിലത്തെ കണ്ടാ? അതാ മേലത്തെ മുള്ളാണ് കേട്ടാ. അത് എത്തില്ലേ താഴെ. ആരെങ്കിലും കണ്ട എന്ത് വലിയ പിള്ളേർ എന്താണ് പോയി ഇത് വലിക്കാൻ നിൽക്കണ വിചാരിക്കുക. ചെന്നിട്ടുണ്ട്. പക്ഷെ എന്നാ അത് ചെന്നിട്ടുണ്ട്, പക്ഷെ അത് എത്തില്ല. ഈ സാധനം ആരും തിന്നിട്ടുണ്ടാ? ആരും കുറേ നമ്മൾ ചെറുതായിരിക്കും തിന്നിട്ടുള്ളത്. പഴുത്ത കറുപ്പ് കളർ നീലൂരിപ്പഴം പോലെ. അതിനൊരു ചെറിയ പൂക്കുണ്ടാവും. ടേസ്റ്റ് ഉണ്ട്. ഉള്ളിയില്ലേ 2 കിലോ ആയിരിക്കും, 3 കിലോ ഉള്ളി മാത്രം നിറയും. മറ്റേന്താണ് ഉമ്മൻ്റെ അവിടെ പോയിട്ട് ഞങ്ങൾ ഇതുപോലെ പാടത്തിൻ്റെ ഉള്ളിൽ കൂടെ പോയി ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. എന്തായിരുന്നു പത്മിനി ചേച്ചിൻ്റെ അവിടെ നിന്ന് എല്ലാം വന്ന് മേലെ എത്തി. പത്മിനി ചേച്ചിൻ്റെ കമ്മല് കാണല്ലേ, കയ്യോ പണ്ട് എൻ്റെ കമ്മല് കാണല്ലേ എന്ന് ചിന്തിക്ക്. പിന്നെ അവിടെ തിരിച്ച് പകുതി പോയി. എന്തായാലും കമ്മല് കാണാലോ. നോക്കുമ്പോൾ സാരി ഇങ്ങനെ കൊടുത്തിട്ട് ഉള്ളിൽ നിന്ന് തന്നെ എല്ലാം കിട്ടി. സ്വർണ്ണം കിട്ടി. അവള് പറയവേ അവളുടെ ഫ്രണ്ട്സുകളുടെ ശ്രീകുട്ടത്തെ ശ്രീലക്ഷ്മി കൊണ്ടിട്ടാ പറയുവേ. ഇവള് പറയവേ അവളുടെ അനാമികടുത്ത് കൊണ്ടിട്ടാ പറയുവേ. ഭയങ്കര ഇതാണ് ഇപ്പൊ മാട്ടുകുട്ടിയാണ് ഞങ്ങളൊക്കെ. ഞങ്ങൾ മുണ്ടൂരെത്തിയപ്പോൾ അവിടെ ഞങ്ങളുടെ ഒരു ഇളയച്ചിൻ്റെ വീടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കൂടെ പോയിട്ട് വരാൻ പറഞ്ഞു. ഇതാണ് പാലക്കിഴിക്കാവ്. ഇത് അറിയുന്നവരുണ്ടെങ്കിൽ ആരെങ്കിലും കമൻ്റ് അടിക്കണേ. നല്ല സ്ഥലമൊക്കെ സൂപ്പർ സ്ഥലമാണ്. നെല്ല് വിളഞ്ഞു ഇവിടേക്ക് വളഞ്ഞു. നമ്മളുടെ അവിടെയൊക്കെ ഇപ്പൊ കൊയ്ത്ത് കഴിഞ്ഞിട്ട് വല്ല പാടം
ഞങ്ങളുടെ അവിടെ ഇപ്പോഴേ ഇട്ടുള്ളൂ. നാട്ടിലേ ഉള്ളൂ. ഇവിടെയൊക്കെ നോക്കി സൂപ്പറായില്ലേ? കാക്ക പിന്നെ എങ്ങനെ വരും ഇവിടുന്ന് ഇത്ര നല്ല സ്ഥലത്തുനിന്ന്? ഹലോ വേറണ്ട മീനുണ്ട്. ഇതാ കൂട്ടോ മീനടാ. കൃഷിക്ക് ആവശ്യമായ വെള്ളം ഡാമിൽ നിന്ന് തുറന്നു വിടുക. ഇതാണ് വീട്. അവിടെ നെയ്റ്റിട്ട് നിൽക്കുന്നില്ലേ, അതാണ് ആതിര. അവളുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ വന്നത്. നോക്കട്ടെ. പിടിക്കണ്ട, കുഞ്ഞു കുട്ടിയല്ലടാ, വിടറാ. വെയിലത്തുണ്ടാ, തണലത്ത് കൊണ്ട് കൊടുത്തടാ. വെയിലത്ത് വിടാതെ തണൽ വിട്. ഈ തോടിൻ്റെ ഈ സൈഡിൽ നിന്ന് കയറി പോകുമ്പോൾ തന്നെ നല്ല കൂളിംഗ് ഉണ്ടായിരുന്നു. നല്ല സുഖമുള്ളൊരു സ്ഥലം. എനിക്ക് തോന്നുന്നു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ കുറേ പേര് അവിടെ ഇങ്ങനെ വന്ന് ഇരിക്കുമായിരിക്കുന്നു. കാരണം ഞങ്ങൾ പോകുമ്പോൾ 2 അമ്മമാർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇവിടെ വന്നിരിക്കാൻ.